ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു കലാകാരൻ, റോമിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരും. ഒരു സിനിമയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മെൽ ഗിബ്സൺ എന്ന് പറയുന്ന വിശ്വവിഖ്യാതിതനായിട്ടുള്ള സംവിധായകനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പന് ഈ മെൽ ഗിബ്സന്റെ ഈശോയെ കുറിച്ചുള്ള സിനിമയിൽ ഏത് വേഷമായിരിക്കും? ഈശോയായിട്ട് ഏതായാലും അപ്പനെ തിരഞ്ഞെടുക്കാൻ ഒരു സാധ്യതയില്ല. ക്രിസ്ത്യാനിയല്ല, ഇദ്ദേഹത്തിന് യേശുവിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. 3 വർഷം കൊണ്ടാണ് അരമായ ഭാഷ പഠിച്ചത്. നേരെ റോമിലോട്ട് ചെന്നു. ഈ സിനിമയില് എന്റെ വേഷം ഏതാ? ഈ സിനിമയിൽ താങ്കൾക്ക് സംഭാഷണം ഇല്ല. 3 വർഷം കഷ്ടപ്പെട്ട് അരമായ ഭാഷ പഠിച്ചത് പിന്നെ എന്തിനാ? നാവ് കൊണ്ട് സംസാരിക്കുന്നില്ല, പക്ഷേ കണ്ണുകൾ കൊണ്ട് സംസാരിക്കണം. ഈ കഥാപാത്രമാകാൻ വേണ്ടി ഒത്തിരി ഒരുക്കം വേണം. താങ്കളെ അടച്ചിട്ട ഒരു മുറിയിലാക്കാൻ പോവാണ്. അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്ന സമയം വലതുവശത്ത് കുനിഞ്ഞ ശിരസോടുകൂടെ യേശു നിൽക്കുന്നു. മുമ്പിൽ വലിയ ഒരു ജനക്കൂട്ടം. പീലാത്തോസ് ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്കാരെയാണ് വേണ്ടത്? ഉടനെ ജനം വിളിച്ചു പറയും, ഞങ്ങൾക്ക് ബറാബാസിനെ മതി. ഈശോയെ ഇതാ മരണശിക്ഷയ്ക്ക് പീലാത്തോസ് വിധിക്കും. ഈ സമയം ഇടതുവശത്തു നിന്ന് ഒരു വന്യമൃഗത്തിന്റെ മുരൾച്ച പോലെ ബറാബാസ് എന്ന ഭീകര കഥാപാത്രം രംഗത്ത് വരുന്നു. ബറാബാസ് ഇങ്ങനെ വന്യമായ ഭാഷയിൽ മുരളിക്കൊണ്ട് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഒറ്റക്കണ്ണനായ ആ മൃഗതുല്യനായ മനുഷ്യൻ ചെയ്യുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തനിക്ക് വേണ്ടി മരിക്കാൻ പോകുന്നവനെ ഒരു കണ്ണുയർത്തി ഒരു നോട്ടം. കുനിഞ്ഞ ശിരസോടുകൂടെ നിൽക്കുന്ന ഈശോയും ഇങ്ങനെ സാവധാനം ഒന്ന് നോക്കും. ഈശോയുടെ കണ്ണുകൾ ഈ ബറാബാസിന്റെ കണ്ണുകളിൽ ചെന്നുടക്കും. ബറാബാസ് യേശുവിനെ ഇങ്ങനെ പുറകോട്ട് നോക്കി 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 ജനക്കൂട്ടത്തിനിടയിലൂടെ പോയി. ഇനി നിങ്ങൾ അറിയണം, കഥാപാത്രത്തിന്റെ വേഷപ്പകർച്ചകൾ അവിടെ അവസാനിച്ചു. പക്ഷേ ബിയാത്രോസ് അറൂബിയുടെ കണ്ണുകളിലേക്ക് ജിം കാവിൽസൺ എന്ന് പറയുന്ന യേശുവായിട്ട് അഭിനയിച്ചവന്റെ കണ്ണുകളിലെ നോട്ടം അവൻ ഇങ്ങനെ കൊളുത്തിപ്പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ബിയാത്രോസ് അറൂബി പിന്നീട് പോയിട്ട് വിശുദ്ധ ഗ്രന്ഥം വാങ്ങി യേശുവിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് മാമോദീസ സ്വീകരിച്ച് ബിയാത്രോസ് അറൂബി ഒരു സുവിശേഷ ശുശ്രൂഷകനായി ഈ കാലഘട്ടത്തിൽ ദൈവം ഉയർത്തി. യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം മൃഗതുല്യനായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലും അവന്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം ഉണ്ടാവും. കുരിശിൽ കിടക്കുന്ന വേദനിക്കുന്ന രക്തമൊഴുകുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? ഉണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിൻ്റെതാണ്.